ഹിസ്റ്ററി എന്നുള്ള 25 ചോദ്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ശരി, സ്റ്റാർട്ട് ചെയ്യാമല്ലോ. നന്നായിട്ട് പെർഫോം ചെയ്യുക. 25 നേടാൻ ശ്രമിക്കുക. ഓക്കെ, ശരി. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: പ്രത്യക്ഷ രക്ഷ ദൈവസഭ എന്ന സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ. പ്രത്യക്ഷ രക്ഷ ദൈവസഭ സ്ഥാപിക്കുന്നത് ആരാണ്ട? ഓപ്ഷൻ എ, കുമാര ഗുരുദേവനാണ് സ്ഥാപിക്കുന്നത്. കുമാര ഗുരുദേവനാണ് സ്ഥാപിക്കുന്നത്. ഓക്കെ, ഈ കുമാര ഗുരുദേവനെ തന്നെയാണ് നമ്മൾ എന്ത് പേരിലും അറിയപ്പെടുന്നത്? പൊയ്കയിൽ യോഹന്നാൻ എന്നറിയപ്പെടുന്നല്ലേ? പൊയ്കയിൽ യോഹന്നാൻ, പൊയ്കയിൽ യോഹന്നാൻ, പൊയ്കയിൽ യോഹന്നാൻ, അതുപോലെ പൊയ്കയിൽ അപ്പച്ചൻ എന്നൊക്കെ അറിയപ്പെടുന്ന ആരെയാണ്? ഓക്കെ, ഈ പ്രത്യക്ഷ ദേവസഭ സ്ഥാപിച്ച ഈ വ്യക്തിയാണ് പൊയ്കയിൽ യോഹന്നാൻ. അതുപോലെ പൊയ്കയിൽ അപ്പച്ചൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ഇദ്ദേഹത്തെയാണ് കേട്ടാ. ഈ പ്രത്യക്ഷ ദൈവസഭയെ ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ ചോദിക്കത്തില്ല, നമുക്ക് ഇങ്ങനെ ചോദിക്കും, PRDS എന്ന് ചോദിക്കും. മനസ്സിലായ? PRDS എന്ന് ചോദിക്കും. PRDS എന്ന് ചോദിച്ചാലും പ്രത്യക്ഷ ദൈവസഭ തന്നെയാണ്. വർഷം ചോദിക്കും. വർഷം 1909. 1909 PRDS സ്ഥാപിച്ച വർഷം. ഓക്കെ, ഈ PRDSന്റെ ആസ്ഥാനം എവിടെയാണ്? PRDSന്റെ ആസ്ഥാനം ഇരവിപേരൂർ, പത്തനംതിട്ട. ഇരവിപേരൂർ, പത്തനംതിട്ട. ഇരവിപേരൂർ, പത്തനംതിട്ട. ഇരവിപേരൂർ, പത്തനംതിട്ടയാണ് PRDSന്റെ ആസ്ഥാനം. ഓക്കെ, ഒരു പോയിന്റും കൂടെ നമുക്ക് PRDSുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പ്രത്യക്ഷ ദൈവസഭയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഓർത്തിരിക്കണം. ഈ PRDS അല്ലെങ്കിൽ പ്രത്യക്ഷ ദൈവസഭയുടെ എന്താണ് അവരുടെ മുഖപത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദിയാർ ദീപമാണല്ലേ? ആദിയാർ ദീപം. ആദിയാർ ദീപമാണ് അവരുടെ മുഖപത്രം. ആദിയാർ ദീപമാണ് അവരുടെ മുഖപത്രം. ഓക്കെ, പ്രത്യക്ഷ ദൈവസഭയുടെ മുഖപത്രം ഏതെന്ന് കേട്ട് കഴിഞ്ഞാല് ആദിയാർ ദീപമാണ്. ആദിയാർ ദീപം. ഓക്കെ, അപ്പൊ പൊയ്കയിൽ യോഹന്നാൻ അല്ലെങ്കിൽ പൊയ്കയിൽ യോഹന്നാൻ അല്ലെങ്കിൽ കുമാര ഗുരുദേവൻ അല്ലെങ്കിൽ പൊയ്കയിൽ അപ്പച്ചൻ, ഇദ്ദേഹമാണ് ഈ പറയുന്ന PRDS അല്ലെങ്കിൽ പ്രത്യക്ഷ ദൈവസഭ സ്ഥാപിച്ചത്. വർഷം 1909. ആസ്ഥാനം ഇരവിപേരൂർ, പത്തനംതിട്ട. മുഖപത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ആദിയാർ ദീപം അല്ലെ? ആദിയാർ ദീപമാണ് മുഖപത്രം. ഓക്കെ, അപ്പൊ അത്രയും. ഓക്കെ, അടുത്ത ചോദ്യം: കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന ആരെയാണ്? കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് K. കേളപ്പനെയാണ്. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് അല്ലെ? കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന ആരെയാണ്? K. കേളപ്പനെയാണ് അല്ലെ? ഓക്കെ, എങ്ങനെയാണെങ്കിൽ പറഞ്ഞ അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന ആരെയാണ്? അതിർത്തി ഗാന്ധി. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന ആരെയാണ്? അതിർത്തി ഗാന്ധി. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാനെയാണ്. ഖാൻ അബ്ദുൽ ഗാഫർ ഖാനെയാണ് അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത്. നമുക്കത് ചോദിക്കുന്ന ചോദ്യമാണ്. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന ആരെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഖാൻ അബ്ദുൽ ഗാഫർ ഖാനെയാണ്. ഖാൻ അബ്ദുൽ ഗാഫർ ഖാനെയാണ് അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത്. ഓക്കെ, ബീഹാർ ഗാന്ധി എന്നറിയപ്പെടുന്ന ആരെയാണ്? ബീഹാർ ഗാന്ധി എന്നറിയപ്പെടുന്നത് ബീഹാർ ഗാന്ധി എന്നറിയപ്പെടുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെയാണ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെയാണ് ബീഹാർ ഗാന്ധി എന്നറിയപ്പെടുന്നത് കേട്ടാ. ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെയാണ് ബീഹാർ ഗാന്ധി എന്നറിയപ്പെടുന്നത്. ഓക്കെ, വേദാരണ്യം ഗാന്ധി എന്നറിയപ്പെടുന്ന ആരെയാണ്? വേദാരണ്യം ഗാന്ധി എന്നറിയപ്പെടുന്ന ആരെയാണ്? വേദാരണ്യം ഗാന്ധി. വേദാരണ്യം ഗാന്ധി എന്നറിയപ്പെടുന്നത് C. രാജഗോപാൽ ആചാര്യയാണ് വേദാരണ്യം ഗാന്ധി എന്നറിയപ്പെടുന്നത്. മനസ്സിലായ? ഈ 3 ആൾക്കാർ നമുക്ക് ചോദിക്കാറുണ്ട്. ഒരുപാട് ആൾക്കാർ വേറെ ഉണ്ട് ഗാന്ധി എന്ന വിശേഷണം വരുന്ന. ഓക്കെ, അതിർത്തി ഗാന്ധി എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞാൽ ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആണ്. ബീഹാർ ഗാന്ധി എന്നറിയപ്പെടുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് ബീഹാർ ഗാന്ധി എന്നറിയപ്പെടുന്നത്. വേദാരണ്യം ഗാന്ധി എന്നറിയപ്പെടുന്നത് C. രാജഗോപാൽ ആചാര്യയാണ് വേദാരണ്യം ഗാന്ധി എന്നറിയപ്പെടുന്നത്. വേദാരണ്യം ഗാന്ധി എന്നറിയപ്പെടുന്നത് C. രാജഗോപാൽ ആചാര്യയാണ്. ഓക്കെ അല്ലേ? ഓക്കെ, ശരി. ഇനി K. കേളപ്പനായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് റീസെന്റ് ആയിട്ട് വന്നിട്ട് ചോദ്യം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നമുക്കറിയാം 1914 NSS സ്ഥാപിക്കപ്പെടുന്നത്. 1914 NSS നായർ സർവീസ് സൊസൈറ്റി സ്ഥാപിക്കുന്നത്. ഓക്കെ, ഈ നായർ സർവീസ് സൊസൈറ്റിയുടെ സ്ഥാപക പ്രസിഡന്റ് ആരെന്ന് കേട്ട് കഴിഞ്ഞാൽ സ്ഥാപക പ്രസിഡന്റ് അല്ലെങ്കിൽ ആദ്യത്തെ പ്രസിഡന്റ് ആരെന്ന് കേട്ട് കഴിഞ്ഞാൽ ആരാണ്? അത് K. കേളപ്പനാണ് അല്ലെ? K. കേളപ്പനാണ് NSSന്റെ നായർ സർവീസ് സൊസൈറ്റിയുടെ സ്ഥാപക പ്രസിഡന്റ്. ഓക്കെ, ഇനി അടുത്ത് 1930 സംഭവം ഉണ്ടായി. എന്താണ്? 1930 ഉപ്പ് സത്യാഗ്രഹം. 1930 ഉപ്പ് സത്യാഗ്രഹം ഉണ്ടായില്ല? ഉപ്പ് സത്യാഗ്രഹം. ഈ ഉപ്പ് സത്യാഗ്രഹത്തിൽ എന്താ സംഭവിച്ചത്? ഉപ്പ് സത്യാഗ്രഹത്തില് കോഴിക്കോട് മുതൽ പയ്യന്നൂർ വരെ
ഈ ഉപ്പ് സത്യാഗ്രഹ യാത്രയ്ക്ക് നേതൃത്വം നൽകിയതാരെന്ന് കേട്ട് കഴിഞ്ഞാൽ കെ കേളപ്പനാണ്. കോഴിക്കോട് മുതൽ പയ്യന്നൂർ വരെ ഉപ്പ് സത്യാഗ്രഹ ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് കെ കേളപ്പനാണ്. അത് മാത്രമല്ല കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതും ആരാണ്? കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതും ആരാണ് പിള്ളേരെ? കെ കേളപ്പനാണ്. കെ കേളപ്പനാണ്. അത് മാത്രമല്ല 1931 എന്ത് സംഭവിച്ചു? 1931 അപ്പോൾ 1931 ഗുരുവായൂർ സത്യാഗ്രഹം. ഗുരുവായൂർ സത്യാഗ്രഹം 1931. അപ്പൊ ഈ ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി, ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറിമാരായിരുന്നു. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറിയും കെ കേളപ്പനായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പൊ ഈ പ്രധാനപ്പെട്ട പോയിന്റുകളെല്ലാം നിങ്ങൾ ഓർത്തിരിക്കുക പിള്ളേരെ. നമ്മൾ എന്തൊക്കെ പഠിച്ചെന്ന് കേട്ട് കഴിഞ്ഞാല് ഓക്കെ, മൊത്തം ഇഷ്ടമാണല്ലോ. നമ്മൾ എന്തൊക്കെ പഠിച്ചത് കണ്ടു കഴിഞ്ഞാല് 1914 NSS രൂപം കൊണ്ടപ്പോഴ് 1914 NSS രൂപം കൊണ്ടപ്പോഴ് അതിന്റെ സ്ഥാപക പ്രസിഡന്റ് ആയിരുന്നു. സെക്രട്ടറി നിങ്ങൾക്ക് അറിയാം. സെക്രട്ടറി ആരാണ്? സെക്രട്ടറി മന്നത്ത് പത്മനാഭൻ അല്ലെ? സെക്രട്ടറി മന്നത്ത് പത്മനാഭൻ. ഓക്കെ, സെക്രട്ടറി മന്നത്ത് പത്മനാഭൻ. അതുപോലെ തന്നെ 1930 കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകി. 1930 കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകി. അത് മാത്രമല്ല കോഴിക്കോട് നിന്ന് പയ്യന്നൂരിലേക്ക് ഉപ്പ് സത്യാഗ്രഹ ജാഥ നയിച്ചു. കോഴിക്കോട് നിന്ന് പയ്യന്നൂരിലേക്ക് എന്ത് ചെയ്തു? ഉപ്പ് സത്യാഗ്രഹ ജാഥ നയിച്ചു. 1931 ഗുരുവായൂർ സത്യാഗ്രഹം. 1931 ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി ഇദ്ദേഹമായിരുന്നു. പ്രസിഡന്റ് ആരായിരുന്നു? ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആരായിരുന്നു? പ്രസിഡന്റ് മന്നത്ത് പത്മനാഭൻ അല്ലെ? പ്രസിഡന്റ് മന്നത്ത് പത്മനാഭൻ. ഓക്കെ, ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് മന്നത്ത് പത്മനാഭനും സെക്രട്ടറി ആരാണ്? സെക്രട്ടറി ഇദ്ദേഹം കെ കേളപ്പനുമാണ്. വോളണ്ടിയർ ക്യാപ്റ്റൻ എ കെ ജി ആണ്. പിന്നെ നമ്മൾ ഈ ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിട്ട് ഇദ്ദേഹത്തിന്റെ ഒരു ചോദ്യം നമുക്കിപ്പോ സ്ഥിരം ചോദിക്കുന്നുണ്ട്. അതായത് LDC ഒക്കെ ചോദ്യം കയറി വന്നായിരുന്നു. എന്താണ്ടാ ഇദ്ദേഹം എന്ത് ചെയ്തു? നിരാഹാര സത്യാഗ്രഹം നടത്തിയില്ലേ? നിരാഹാരം കിടക്കുകയും ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം അവസാനിപ്പിക്കുകയും ചെയ്തു. ഓക്കെ, അതൊക്കെ ചോദിക്കുന്നുണ്ട്. നിരാഹാരം കിടക്കുകയും അതുപോലെ തന്നെ ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം ഇദ്ദേഹം എന്ത് ചെയ്തു? അവസാനിപ്പിച്ചു എന്നുള്ള കാര്യം 1932 സെപ്റ്റംബർ 21 മുതൽ ഒക്ടോബർ 2 വരെയായിരുന്നു. 32 സെപ്റ്റംബർ 21 മുതൽ ഒക്ടോബർ 2 വരെയായിരുന്നു ഇദ്ദേഹം എന്ത് ചെയ്തത്? നിരാഹാര സത്യാഗ്രഹം നടത്തിയത്. ഓക്കെ, അതൊന്ന് ഓർത്തിരിക്കുക. പിന്നെ അതുപോലെ വേറെ ഉണ്ട് ചോദ്യങ്ങൾ. അതായത് നമ്മുടെ നമുക്ക് ഈ പറയുന്ന സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ 1947 സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് KPCCയുടെ പ്രസിഡന്റ് 1947 KPCC പ്രസിഡന്റ്. അതുപോലെ 1947 തൃശ്ശൂരിൽ വെച്ച് നടന്ന ഐക്യ കേരള സമ്മേളനത്തില് അധ്യക്ഷൻ. 1947 തൃശ്ശൂർ വെച്ച് നടക്കുന്ന ഐക്യ കേരള സമ്മേളനത്തിലെ അധ്യക്ഷൻ കെ കേളപ്പൻ. ഇതെല്ലാം ചോദിക്കുന്ന ചോദ്യങ്ങളാണ് കേട്ടോ. ഓക്കെ, ഇതെല്ലാം അറിയാത്ത പോയിന്റ് ഉണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക. 1947 തൃശ്ശൂരിൽ വെച്ച് നടന്ന ഐക്യ കേരള സമ്മേളനത്തിൽ അധ്യക്ഷനാണെന്ന് കേട്ട് കഴിഞ്ഞാല് ഈ പറയുന്ന കെ കേളപ്പനാണ്. ഓക്കെ, ഇത്തരം കാര്യങ്ങള്. ഓക്കെ, ശരി, നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ചോദ്യം ഇതാണ്: വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം എന്നീ കൃതികളുടെ രചയിതാവായ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? അപ്പോൾ വേദാധികാര നിരൂപണം അതുപോലെ തന്നെ പ്രാചീന മലയാളം എന്നീ കൃതികളുടെ രചയിതാവായ സാമൂഹ്യ പരിഷ്കർത്താവ് ചട്ടമ്പി സ്വാമികളാണ് സാമൂഹ്യ പരിഷ്കർത്താവ് അല്ലെ? ഓക്കെ, വേദാധികാര നിരൂപണം അതുപോലെ പ്രാചീന മലയാളം എന്നീ കൃതികളുടെ രചയിതാവ് ചട്ടമ്പി സ്വാമികളാണ്. ഓക്കെ, ചട്ടമ്പി സ്വാമികളുടെ കുറച്ച് പേരുകൾ ഞാൻ ഇവിടെ പറഞ്ഞുതരാം കേട്ടോ, പഠിച്ചോണേ. ഷൺമുഖദാസൻ, ഒന്നാമത്തത് ഷൺമുഖദാസൻ എന്നറിയപ്പെടുന്നത് ചട്ടമ്പി സ്വാമികളെയാണ്. അതുപോലെ തന്നെ സർവവിദ്യാധിരാജൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ചട്ടമ്പി സ്വാമികളെയാണ്. അതുപോലെ തന്നെ ബാലഭട്ടാരകൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ബാലഭട്ടാരകൻ എന്നറിയപ്പെടുന്നതും ചട്ടമ്പി സ്വാമികളെയാണ്. ഓക്കെ, ബാലഭട്ടാരകൻ അതുപോലെ ശ്രീഭട്ടാരകൻ അതുപോലെ ശ്രീഭട്ടാരകൻ അതുപോലെ തന്നെ കാവിയും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി. ഇതെല്ലാം ആരെ കുറിച്ച് പറയുന്ന പേരുകളാണ്? ചട്ടമ്പി സ്വാമികളെ കുറിച്ച് പറയുന്ന പേരുകളാണ്, ചട്ടമ്പി സ്വാമിയുടെ പേരുകളാണ് കേട്ടോ. ഓക്കെ, അപ്പൊ അത് നമ്മൾ ചോദിക്കാറുണ്ട്, നോക്കിക്കോണേ. ഷൺമുഖദാസൻ എന്നറിയപ്പെടുന്നത്
ചട്ടമ്പി സ്വാമിയാണ്. സർവവിദ്യാധിരാജൻ, സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. സർവവിദ്യാധിരാജൻ എന്നറിയപ്പെടുന്ന ആരെയാണ്? ചട്ടമ്പി സ്വാമികളെയാണ്. ബാലഭട്ടാരകൻ, ബാലഭട്ടാരകൻ, ശ്രീ ഭട്ടാരകൻ, ബാലഭട്ടാരകൻ, ശ്രീ ഭട്ടാരകൻ ഈ പേരിൽ അറിയപ്പെടുന്നതും ചട്ടമ്പി സ്വാമികളെയാണ്. കാവിയും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി, കാവിയും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്നറിയപ്പെടുന്നതും ആരെയാണ്ട? ചട്ടമ്പി സ്വാമിയാണ് അറിയപ്പെടുന്നത്. ഓക്കെ അല്ലേ? കോളെടുത്തോ. ചട്ടമ്പി സ്വാമികളുടെ സമാധി സ്ഥലം ഏതാണ്? ചട്ടമ്പി സ്വാമികളുടെ സമാധി സ്ഥലം ഏതാണ്? ചട്ടമ്പി സ്വാമികളുടെ സമാധി സ്ഥലം പന്മന, കൊല്ലമാണ് അല്ലെ? പന്മന കൊല്ലമാണ് ചട്ടമ്പി സ്വാമികളുടെ സമാധി സ്ഥലം. ചട്ടമ്പി സ്വാമികളുടെ ജന്മദിനം നമുക്കറിയാം. ചട്ടമ്പി സ്വാമികളുടെ ജന്മദിനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഗസ്റ്റ് 25 ചട്ടമ്പി സ്വാമികളുടെ ജന്മദിനം. ഓക്കെ, ഈ ഓഗസ്റ്റ് 25 നമ്മുടെ കേരളത്തിലൊരു ജീവകാരുണ്യ ദിനമായി ആചരിക്കുന്നു. അപ്പം കേരളത്തിലെ ജീവകാരുണ്യ ദിനം ഏത്? ജീവകാരുണ്യ ദിനം ഏതാ പിള്ളേരെ? ജീവകാരുണ്യ ദിനം ഓഗസ്റ്റ് 25 അല്ലെ? ജീവകാരുണ്യ ദിനം ഏതെന്ന് ഇട്ട് കഴിഞ്ഞാല് ഓഗസ്റ്റ് 25 ജീവകാരുണ്യ ദിനം. ആരുടെ ജന്മദിനമാണ്? ചട്ടമ്പി സ്വാമികളുടെ ജന്മദിനം. ചട്ടമ്പി സ്വാമികളുടെ ജന്മദിനമാണ്. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി അടുത്ത ഇദ്ദേഹത്തിന്റെ ഒന്ന് രണ്ട് കൃതികള് നമുക്ക് പഠിക്കാണ്. സ്ഥിരമായി ചോദിക്കുന്നതാണ് ഇദ്ദേഹത്തിന്റെ കൃതികള്. ഓക്കെ. ഇദ്ദേഹത്തിന്റെ ഒന്നാമത് ഇതിൽ പഠിക്കേണ്ട കൃതിയാണ് വേദാധികാര നിരൂപണം. നമുക്ക് ചോദിക്കേ വേദാധികാര നിരൂപണം. വേദാധികാര നിരൂപണം എന്ന കൃതിയിൽ എന്താ പറയുന്നേ? വേദാധികാര നിരൂപണം എന്ന കൃതിയിൽ എന്താ പറയുന്നേ? ഇവിടെ വേദാധികാര നിരൂപണം എന്ന കൃതിയിൽ പറയുന്നത് വേദം അഭ്യസിക്കാൻ അല്ലെങ്കിൽ വേദപഠനം ബ്രാഹ്മണർക്ക് മാത്രമുള്ള കാര്യമല്ല. മനസ്സിലായോ? വേദപഠനം എന്ന് പറയുന്നത് വേദപഠനം എന്ന് പറയുന്നത് ബ്രാഹ്മണർക്ക് മാത്രമുള്ള കാര്യമല്ല, അല്ലെങ്കിൽ ബ്രാഹ്മണരുടെ കുത്തകയല്ല എന്ന് പറയുന്നതാണ് വേദാധികാര നിരൂപണം. മനസ്സിലായ? ഓക്കെ. ഈ ഒരു കൃതിയെ കുറിച്ച്, വേദാധികാര നിരൂപണത്തെ കുറിച്ചിട്ടാണ് നമ്മുടെ സ്വാമി വിവേകാനന്ദൻ എന്ത് പറഞ്ഞത്? തീ പോലുള്ള വാക്കുകൾ കത്തിപ്പോകാത്തത് ഭാഗ്യം എന്ന് പറഞ്ഞത്. മനസ്സിലായ? അതായത് വേദപഠനം ആർക്ക് മാത്രമുള്ളതല്ല, ബ്രാഹ്മണർക്ക് മാത്രമുള്ളതല്ല എന്ന് പറഞ്ഞത് ഈ ഒരു കൃതി പ്രകാരമാണ്. വേദാധികാര നിരൂപണം പ്രകാരമാണ് ഈ ഒരു കൃതിയെക്കുറിച്ച് നമ്മുടെ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു. തീ പോലുള്ള വാക്കുകൾ കത്തിപ്പോകാത്തത് ഭാഗ്യമെന്ന് ആര് പറഞ്ഞുടാ? സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു. ഓക്കെ അല്ലേ? ഓക്കെയാണ്. ഈ സ്വാമി വിവേകാനന്ദൻ ഇദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞൊരു കാര്യം അറിയാവോ? അതായത് ചട്ടമ്പി സ്വാമിയെ കുറിച്ചൊരു കാര്യം ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട് വിവേകാനന്ദൻ. മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടല്ലേ? മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് സ്വാമി വിവേകാനന്ദൻ ആരെ കുറിച്ച് പറഞ്ഞു? ചട്ടമ്പി സ്വാമികളെ കുറിച്ച് പറഞ്ഞു. ഓക്കെ. ചട്ടമ്പി സ്വാമികളെ കുറിച്ച് ചട്ടമ്പി സ്വാമി വിവേകാനന്ദനെ കുറിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണ്? അദ്ദേഹം ഒരു ഗരുഡനാണെങ്കിൽ ഞാനൊരു വെറും കൊതുക് മാത്രമാണ് അല്ലെ? അദ്ദേഹം ഒരു ഗരുഡനാണെങ്കിൽ ഞാൻ വെറും ഒരു കൊതുക് മാത്രമാണ്. ഓക്കെ എന്ന് ചട്ടമ്പി സ്വാമി ആരെ കുറിച്ച് പറഞ്ഞു? വിവേകാനന്ദനെ കുറിച്ച് പറഞ്ഞു. ഓക്കെ, അപ്പൊ അതൊക്കെ ഓർത്തിരിക്കുക. അപ്പൊ വേദാധികാര നിരൂപണം നിങ്ങൾക്ക് മനസ്സിലായി. രണ്ടാമത്തെ കൃതി പ്രാചീന മലയാളം എന്ന കൃതി. പ്രാചീന മലയാളം എന്ന കൃതിയിൽ എന്താ പറയുന്നത്? പ്രാചീന മലയാളം എന്ന കൃതിയിലാണ് പരശുരാമൻ ബ്രാഹ്മണർക്ക് ദാനമായി നൽകിയ ഭൂമിയല്ല കേരളം എന്ന് പറയുന്നത്. പരശുരാമൻ ബ്രാഹ്മണർക്ക് ദാനമായി നൽകിയ ഭൂമിയല്ല കേരളം എന്ന് പറയുന്നത് ഏത് കൃതിയിലാണ്? പ്രാചീന മലയാളം എന്ന കൃതിയിലാണ് എന്ത്? പരശുരാമൻ ബ്രാഹ്മണർക്ക് ദാനമായി നൽകിയ ഭൂമിയല്ല കേരളം എന്ന് പറയുന്നത്. ഓക്കെ. അടുത്ത് ഈ പ്രാചീന മലയാളത്തിന് വേറൊരു ചോദ്യം കൂടെ ഉണ്ട്. ചട്ടമ്പി സ്വാമികളുടെ ഏറ്റവും വലിയ കൃതി ഏതെന്ന് ഇട്ട് പ്രാചീന മലയാളമാണ്. കോളെടുത്തോ. ഏറ്റവും വലിയ കൃതിയും ഏതാണ്ട? പ്രാചീന മലയാളമാണ്. ഓക്കെ. അടുത്ത് മൂന്നാമത്തെ കൃതിയാണ് ആദിഭാഷയിൽ എന്താ പറയുന്നേ? മനുഷ്യരെ ആദ്യമായി ഉപയോഗിച്ച് തുടങ്ങിയ ഭാഷ തമിഴാണെന്ന്. മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ചു തുടങ്ങിയ ഭാഷ തമിഴാണെന്നാണ് ഏതിൽ പറയുന്നതാ? ആദിഭാഷയിൽ പറയുന്നത്. മനസ്സിലായ? ആദിഭാഷയിലാണ് മനുഷ്യർ ആദ്യമായി ഉപയോഗിച്ചു തുടങ്ങിയ ഭാഷ ഏതാണെന്ന് പറയുന്നുണ്ട്? തമിഴാണെന്ന് പറയുന്നുണ്ട്. ഓക്കെ. നാലാമതായിട്ട് മോക്ഷപ്രദീപ ഖണ്ഡനം. എന്തുവാ മോക്ഷപ്രദീപ ഖണ്ഡനം?
ബ്രഹ്മാനന്ദ ശിവയോഗി മോക്ഷപ്രദീപം എന്നൊരു കൃതി എഴുതി അല്ലേ? ബ്രഹ്മാനന്ദ ശിവയോഗി മോക്ഷപ്രദീപം എന്നൊരു കൃതി എഴുതി. ആ മോക്ഷപ്രദീപം എന്ന കൃതിയെ വിമർശിച്ചുകൊണ്ട്, മനസ്സിലായില്ല, അതിനെതിരെ എഴുതിയ കൃതിയാണ് മോക്ഷപ്രദീപ ഖണ്ഡനം. മനസ്സിലായ? മോക്ഷപ്രദീപ ഖണ്ഡനം എഴുതിയത് ചട്ടമ്പി സ്വാമികളാണ്. മോക്ഷപ്രദീപ ഖണ്ഡനം എഴുതിയത് ചട്ടമ്പി സ്വാമികളാണ്. അതുപോലെ ക്രിസ്തുമത ചേതനം എന്തുവാ ക്രിസ്തുമത ചേതനത്തിൽ പറയുന്നേ? ക്രിസ്തുമത ചേതനത്തിൽ പറയുന്നത് ഈ മിഷണറിമാര്, കേരളത്തിലെ മിഷണറിമാര്, ക്രിസ്ത്യൻ മിഷണറിമാരുടെ പ്രവർത്തനങ്ങൾക്കെതിരെ അതിനെ വിമർശിച്ചുകൊണ്ട് ചട്ടമ്പി സ്വാമി എഴുതിയ കൃതിയാണ് ക്രിസ്തുമത ചേതനം എന്ന കൃതി. മനസ്സിലായ? അതായത് നമ്മുടെ കേരളത്തിലെ ക്രിസ്ത്യൻ മിഷണറിമാരുടെ പ്രവർത്തനങ്ങൾക്കെതിരെ, ആ പ്രവർത്തനങ്ങളെ വിമർശിച്ചുകൊണ്ടിട്ട് ആരെഴുതിയ കൃതിയാണ്ടാ പിള്ളേരെ? ചട്ടമ്പി സ്വാമികൾ എഴുതിയ കൃതിയാണ് ക്രിസ്തുമത ചോദനം എന്ന കൃതി. ക്രിസ്തുമത ചോദനമല്ല, ഛേദനം എന്ന കൃതി. ഛേദനം കേട്ടോ, ക്രിസ്തുമത ഛേദനം എന്ന കൃതി. ഇനി വേറെയും ഇദ്ദേഹത്തിന്റെ കൃതികളുണ്ട്. ഇദ്ദേഹത്തിന്റെ കൃതികളാണ് അദ്വൈത ചിന്താ പദ്ധതി ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ്. അതുപോലെ തന്നെ അദ്വൈത പഞ്ചരം ഇദ്ദേഹത്തിന്റെ കൃതിയാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ, കൃതികൾ ഓർത്തിരിക്കുക പിള്ളേരെ. വേദാധികാര നിരൂപണത്തെ കുറിച്ച് പറഞ്ഞു. വേദ പഠനം ബ്രാഹ്മണരുടെ കുത്തകയല്ല എന്ന് പറയുന്ന കൃതിയാണ് വേദാധികാര നിരൂപണം. ഓക്കെ, ഈ പോലുള്ള വാക്കുകൾ കത്തിപ്പോകാത്തത് ഭാഗ്യമെന്ന് വിവേകാനന്ദൻ ആ കൃതിയെ കുറിച്ച് വിശേഷിപ്പിച്ചു. പ്രാചീന മലയാളം, അതായത് പ്രാചീന മലയാളമാണ് ഇദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ കൃതി കേട്ടാ. പ്രാചീന മലയാളമാണ് ഇദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ കൃതി. ഈ കൃതിയിലാണ് ഇദ്ദേഹം പറയുന്നത് ബ്രാഹ്മണർക്ക് പരശുദ്ധതല്ല കേരളം എന്ന് പറയുന്നത് പ്രാചീന മലയാളം എന്ന കൃതിയിലാണ് അല്ലെ ഏറ്റവും വലിയ കൃതി. ആദിഭാഷ എന്ന കൃതിയിൽ പറയുന്നു നമ്മൾ മനുഷ്യർ ആദ്യമായി ഉപയോഗിച്ചു തുടങ്ങിയ ഭാഷ ഏതെന്ന് പറയുന്നു? തമിഴ് എന്ന് പറയുന്നു. മനുഷ്യർ ആദ്യമായി ഉപയോഗിച്ചു തുടങ്ങിയ ഭാഷ തമിഴ് എന്ന് പറയുന്നു. മോക്ഷപ്രദീപ ഖണ്ഡനത്തിലാണ് ബ്രഹ്മാനന്ദ ശിവയോഗി എഴുതിയ മോക്ഷപ്രദീപം എഴുതിയത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. അതിനെതിരെ ഉള്ള കൃതിയാണ് ഏത്? മോക്ഷപ്രദീപ ഖണ്ഡനം എന്നുള്ള കൃതി. ഓക്കെ, അതുപോലെ തന്നെ ക്രിസ്തുമത ചേതനം എന്ന് വെച്ച് കഴിഞ്ഞാല് ക്രിസ്ത്യൻ മിഷണറിമാരുടെ പ്രവർത്തനങ്ങൾക്കെതിരെ ചട്ടമ്പി സ്വാമി എഴുതിയ കൃതിയാണ് ക്രിസ്തുമത ചേതനം. ഓക്കെ, അദ്വൈത പഞ്ചരവും അദ്വൈത ചിന്താ പദ്ധതിയും എല്ലാം എഴുതിയതും ആരാണ്ട? ചട്ടമ്പി സ്വാമികളാണ്. അദ്വൈത പഞ്ചരവും അദ്വൈത ചിന്താ പദ്ധതിയും എഴുതിയതെല്ലാം ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. ഓക്കെ അല്ലേ? ഓക്കെ ആണ്. ശരി, അടുത്ത ചോദ്യം. ശ്രീനാരായണ ഗുരുവിന്റെ ജന്മസ്ഥലം. ശ്രീനാരായണ ഗുരുവിന്റെ ജന്മസ്ഥലം എവിടെയാണ്? ചെമ്പഴന്തിയാണ് അല്ലെ? ചെമ്പഴന്തിയാണ് ശ്രീനാരായണ ഗുരുവിന്റെ ജന്മസ്ഥലം എന്ന് പറയുന്നത്. ചെമ്പഴന്തിയാണ്. ഓക്കെ, ശരി. വെങ്ങാനൂര് ആരുടെ ജന്മസ്ഥലമാണ്? വെങ്ങാനൂർ തിരുവനന്തപുരം അയ്യങ്കാളിയുടെ ജന്മസ്ഥലമാണ്. അയ്യങ്കാളിയുടെ ജന്മസ്ഥലമാണ് ഏത്? വെങ്ങാനൂർ. ഓക്കെ, അതുപോലെ തന്നെ സ്വാമിത്തോപ്പ് കന്യാകുമാരി. വൈകുണ്ഠസ്വാമികളുടെ ജന്മസ്ഥലമാണ് സ്വാമിത്തോപ്പ് കന്യാകുമാരി. ഓക്കെ, അതുപോലെ തന്നെ കൊല്ലൂർ കണ്ണമ്മൂല ആരുടെ ജന്മസ്ഥലം? തിരുവനന്തപുരം ജില്ലയിലെ കണ്ണമ്മൂലയിലെ കൊല്ലൂർ കേട്ടോ. തിരുവനന്തപുരം ജില്ലയിലെ കണ്ണമ്മൂലയിലെ കൊല്ലൂരിലാണ് ചട്ടമ്പി സ്വാമികൾ ജനിച്ച സ്ഥലമാണ് കൊല്ലൂർ കണ്ണമ്മൂല. ഓക്കെ, അടുത്ത് കൈനകരി ആലപ്പുഴ. കൈനകരി ആലപ്പുഴയിലാണ് ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ. മനസ്സിലായ? ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛന്റെ ജന്മസ്ഥലമാണ് കൈനകരി ആലപ്പുഴ. അടുത്ത് കൊല്ലങ്കോട്, പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട് ആരുടെ ജന്മസ്ഥലം? കൊല്ലങ്കോട് ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ജന്മസ്ഥലമാണ് ഏത്? കൊല്ലങ്കോട് പാലക്കാട് ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ജന്മസ്ഥലമാണ്. നഗലപുരം തമിഴ്നാട്.
നഗലപുരം തമിഴ്നാട്, തൈക്കാടയ്യ. തൈക്കാടയ്യയുടെ ജന്മസ്ഥലമാണ് നഗലപുരം തമിഴ്നാട്. തൈക്കാടയ്യയുടെ ജന്മസ്ഥലമാണ് നഗലപുരം തമിഴ്നാട്. പാട്യം കണ്ണൂര്. കണ്ണൂർ ജില്ലയിലെ പാട്യം. കണ്ണൂർ ജില്ലയിലെ പാട്യം. വാഗ്ഫടാനന്ദന്റെ ജന്മസ്ഥലമാണ് കണ്ണൂർ ജില്ലയിലെ പാട്യം. അടുത്ത് പേട്ട തിരുവനന്തപുരം. ഡോക്ടർ പൽപുവിന്റെ ജന്മസ്ഥലമാണ് പേട്ട തിരുവനന്തപുരം. ഡോക്ടർ പൽപുവിന്റെ ജന്മസ്ഥലമാണ്. ഓക്കെ. ചെറായി എറണാകുളം. ചേറായി എറണാകുളം സഹോദരൻ അയ്യപ്പന്റെ ജന്മസ്ഥലമാണ് ഏത്? ചേറായി എറണാകുളം സഹോദരൻ അയ്യപ്പന്റെ ജന്മസ്ഥലമാണ്. അടുത്ത് പെരുള്ളശ്ശേരി കണ്ണൂർ. ആരുടെ ജന്മസ്ഥലം? AKG ആയില്യത്ത് കുറ്റ്യാരി ഗോപാലൻ. പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്ന AKGയുടെ ജന്മസ്ഥലമാണ് പെരുള്ളശ്ശേരി കണ്ണൂര്. ഓക്കെ. അടുത്ത് ഇരവി പേരൂർ പത്തനംതിട്ട. പൊയ്കൈ ലോഹന്നാന്റെ ജന്മസ്ഥലമാണ് ഇരവി പേരൂർ പത്തനംതിട്ട. പൊയ്കൈ ലോഹന്നാന്റെ ജന്മസ്ഥലം. ഓക്കെ. അതുപോലെ മേഴത്തൂർ ഗ്രാമം പൊന്നാനി. ആരുടേതാ? മേഴത്തൂർ ഗ്രാമം പൊന്നാനി VT ഭട്ടതിരിപ്പാടിന്റെ ജന്മസ്ഥലമാണ്. മേഴത്തൂർ ഗ്രാമം പൊന്നാനി VT ഭട്ടതിരിപ്പാടിന്റെ ജന്മസ്ഥലമാണ്. ഓക്കെ. അടുത്ത് ചേറനല്ലൂർ എറണാകുളം. ആരുടേതാ? പണ്ഡിറ്റ് കറുപ്പൻ. ചേറനല്ലൂർ എറണാകുളം പണ്ഡിറ്റ് കറുപ്പന്റെ ജന്മസ്ഥലമാണ് ചേറനല്ലൂർ എറണാകുളം. ഓക്കെ. കാഞ്ഞിരപ്പള്ളി ആരുടെ ജന്മസ്ഥലമാണ്? കാഞ്ഞിരപ്പള്ളി അക്കമ്മ ചെറിയാന്റെ ജന്മസ്ഥലമാണ്. ജന്മസ്ഥലമാണ് കാഞ്ഞിരപ്പള്ളി. ഓക്കെ. ക്ലിയർ ആണല്ലോ? ഇതൊക്കെ നമുക്ക് ചോദിക്കുന്ന സ്ഥിരമായിട്ട്. ഓക്കെ. ഈ അക്കമ്മ ചെറിയാനെ അറിയപ്പെടുന്നത് തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്നാണോ കേരളത്തിന്റെ ഝാൻസി റാണി എന്നാണോ? അപ്പോൾ തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്നത് അക്കമ്മ ചെറിയാനെയും കേരളത്തിന്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്നത് ആനി മസ്കരീനെയുമാണ്. തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്ന് നമ്മൾ അക്കമ്മ ചെറിയാനെ വിശേഷിപ്പിച്ചത് ആരാ? ഗാന്ധിജിയാണ് കേട്ടോ. തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്ന് അക്കമ്മ ചെറിയാനെ വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. ഓക്കെ. ഞാൻ ഇത്രയും ആൾക്കാരുടെ ജന്മസ്ഥലം ആഗമാനന്ദൻ്റെത് കൊല്ലം ചവറ. ഓക്കെ. ചവറ കൊല്ലം ആഗമാനന്ദ സ്വാമിയുള്ളത്. ഓക്കെ. കൊല്ലം ചവറ ജന്മസ്ഥലം. ഓക്കെ. എന്നാൽ അദ്ദേഹം ആദ്യത്തെ ആശ്രമം സ്ഥാപിച്ചത് പത്മനയാണ്. പത്മന ഇദ്ദേഹത്തിന്റെ അല്ലേ? തൃശ്ശൂര് പുതുക്കാട്. ആദ്യത്തെ ആശ്രമം പുതുക്കാട് കേട്ടാ. ആഗമാനന്ദ ആദ്യത്തെ ആശ്രമം സ്ഥാപിച്ചത് പുതുക്കാടാണ് കേട്ടാ. ചവറ ജന്മസ്ഥലവും പുതുക്കാട് ആദ്യത്തെ ആശ്രമം. ഓക്കെ. പുതുക്കാട് ആദ്യത്തെ ആശ്രമം ചോദിക്കും. ഓക്കെ. ശരി. അപ്പൊ ഞാൻ ഈ ആൾക്കാരുടെ ജന്മസ്ഥലം ഒന്നുകൂടെ പറയുകയാണ്. ശ്രദ്ധിച്ചിരുന്നോണം. വെങ്ങാനൂര് അയ്യങ്കാളി കേട്ടാ. കന്യാകുമാരി സ്വാമിത്തോപ്പ് വൈകുണ്ഠസ്വാമികൾ. ഓക്കെ. അതുപോലെ കൊല്ലൂർ കണ്ണമ്മൂല ചട്ടമ്പി സ്വാമി. കൈനഗരി ആലപ്പുഴ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛനാണ് കൈനഗരി ആലപ്പുഴ. കൊല്ലങ്കോട് പാലക്കാട് ബ്രഹ്മാനന്ദ ശിവയോഗി. അടുത്ത് നഗലപുരം തമിഴ്നാട്. തൈക്കാടയ്യ. നഗലപുരം തമിഴ്നാട് തൈക്കാടയ്യ. പാട്യം കണ്ണൂര് വാഗ്ഫടാനന്ദൻ. പേട്ട തിരുവനന്തപുരം ഡോക്ടർ പൽപു.
അടുത്ത് ചേറായി എറണാകുളം സഹോദരൻ അയ്യപ്പൻ. ചേറായി എറണാകുളം സഹോദരൻ അയ്യപ്പൻ. പെരുളശ്ശേരി കണ്ണൂര് AKG. പെരുളശ്ശേരി കണ്ണൂര് AKG. ഇരവി പേരൂർ പത്തനംതിട്ട പൊയ്കയിൽ യോഹന്നാൻ. അടുത്ത് മേഴത്തൂർ ഗ്രാമം പൊന്നാനിയിലെ മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിലെ മേഴത്തൂർ ഗ്രാമം. VT ഭട്ടതിരിപ്പാട്. ചേരാനല്ലൂർ എറണാകുളം ആരാണ്ട? പണ്ഡിറ്റ് കറുപ്പൻ. ചേരാനല്ലൂർ എറണാകുളം പണ്ഡിറ്റ് കറുപ്പൻ. കാഞ്ഞിരപ്പള്ളി കോട്ടയം അക്കമ്മ ചെറിയാൻ. കൊല്ലം ചവറയിലാണ് ആഗമാനന്ദ സ്വാമികളുടെ ജന്മസ്ഥലം കൊല്ലം ചവറയിലാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോടാ. അപ്പൊ നമ്മുടെ ചോദ്യം എന്തായിരുന്നു? അതിന്റെ പോയടിക്ക് ചെമ്പഴന്തി. ഓക്കെ, കാലടിയിൽ ജനിച്ച ആളാണ്. കാലടി ശ്രീ ശങ്കരാചാര്യരാണല്ലേ. ശങ്കരാചാര്യരുടെ ജന്മസ്ഥലമാണ് കാലടി. ഓക്കെ, ശ്രീ ശങ്കരാചാര്യരുടെ ജന്മസ്ഥലമാണ് കാലടി. അദ്ദേഹത്തിന്റെ പേരിലുള്ള സംസ്കൃത സർവകലാശാല അല്ലെ, അദ്ദേഹത്തിന്റെ പേരിലുള്ള സംസ്കൃത സർവകലാശാല സ്ഥിതി ചെയ്യുന്നതും എവിടെയാണ്? ഈ പറയുന്ന കാലടിയിലാണ്. ഓക്കെ, പെരുന്നയില്, അതായത് കോട്ടയം ജില്ലയിലെ പെരുന്നയിലാണ് മന്നത്ത് പത്മനാഭന്റെ ജന്മസ്ഥലം. കോട്ടയം ജില്ലയിലെ പെരുന്നയിലാണ് മന്നത്ത് പത്മനാഭന്റെ ജന്മസ്ഥലം. ഓക്കെ, അക്കമ്മ ചെറിയന്റെ ആത്മകഥ 1114 കഥ. 1714 കഥ എന്നാണ് അക്കമ്മ ചെറിയന്റെ ആത്മകഥ. ഓക്കെ, ക്ലിയർ ആണ്. സോറി, 1714 കഥ അക്കമ്മ ചെറിയ എഴുതിയ കൃതിയാണ്. ഓക്കെ, ജീവിത സമരം അക്കമ്മ ചെറിയന്റെ ആത്മകഥയും. ഓക്കെ, അതായത് ജീവിതം ഒരു സമരം അക്കമ്മ ചെറിയന്റെ ആത്മകഥയും. 1714 കഥ അക്കമ്മ ചെറിയൻ എഴുതിയ കൃതിയുമാണ് കേട്ടോ. സോറി. ഓക്കെ, 1714 കഥ അക്കമ്മ ചെറിയന്റെ കൃതിയും ജീവിതം ഒരു സമരം അക്കമ്മ ചെറിയാന്റെ ആത്മകഥയുമാണ്. ഓക്കെ, ജീവിത സമരം C. കേശവന്റെ ആത്മകഥയാണ്. ഓക്കെ, സമരം തന്നെ ജീവിതം VS അച്യുതാനന്ദൻ. ഓക്കെ, അടുത്ത് 1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? ഇത് നമുക്ക് സ്ഥിരം ചോദിക്കുന്നതാണ്. പ്രൈമറി പാർവതി എന്ന് ഓർക്കുക. അല്ലെ, ഗൗരി പാർവതി ഭായി ആണ്. 1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ഗൗരി പാർവതി ഭായി ആണ്. 1812 തിരുവിതാംകൂറിൽ അടിമത്തം നിർത്തലാക്കിയത് അത് ലക്ഷ്മിബായി. അത് ഗൗരി ലക്ഷ്മിബായി ആണ്. 1812 അടിമത്തം നിർത്തലാക്കിയ ഗൗരി ലക്ഷ്മിബായി ആണ്. 1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചത് ഗൗരി പാർവതി ഭായി ആണ് അല്ലേ. ഓക്കെ, അടുത്ത ചോദ്യം. വൈക്കം സത്യാഗ്രഹ സമരത്തോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് സവർണ ജാഥ സംഘടിപ്പിച്ചത്? ഇതൊക്കെ സ്ഥിരം ചോദിക്കുന്ന അറിയാം. മന്നത്ത് പത്മനാഭനാണ്. ഓപ്ഷൻ C. വരിക സഹചരെ വലിയ സഹകരണ സമരമായി എന്ന ഗാനത്തിന്റെ, ഈ സ്വാതന്ത്ര്യ സമര ഗാനത്തിന്റെ രചയിതാവ്. ഓക്കെ, അത് അംഷി നാരായണ പിള്ളയാണ്. അത് നമുക്ക് സ്ഥിരമായി ചോദ്യം വരുന്നതാണ്. അംഷി നാരായണ ഈ വർഷം 2024 എന്ത് ചെയ്തിട്ടുണ്ട്? ചോദിച്ചിട്ടുണ്ട്. അംഷി നാരായണ പിള്ളയുടെ വരിക സഹചര്യം എന്ന ഗാനം നമുക്ക് അത് അറിയാം. നമ്മളൊരു ഉപ്പ് സത്യാഗ്രഹത്തിന് വീര്യം പകർന്ന ഗാനമാണ് അല്ലേ. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന് വീര്യം പകർന്ന ഗാനമാണ് വരിക സഹചര്യം എന്ന ഗാനം. ഓക്കെ, ഇന്ത്യയിലാണെങ്കിൽ ദണ്ഡി യാത്രയ്ക്ക് വീര്യം പകർന്ന ഏതാണ്? അപ്പോൾ ദണ്ഡി യാത്രയ്ക്ക് വീര്യം പകർന്നത് രഘുപതി രാഘവ രാജാറാമാണ്. അത് നമ്മളെ ലക്ഷ്മണാചാര്യ എഴുതിയ രഘുപതി രാഘവ രാജാറാം എന്ന ഗാനമാണ് ദണ്ഡി യാത്രയ്ക്ക് വീര്യം പകർന്നത്. ഓക്കെ, ഇത് വരിക സഹചരെ, അത് നമ്മുടെ കേരളത്തിലത്. തിരുവിതാംകൂറിലെ മുഖ്യ നിരത്തുകളിലൂടെ വില്ലുവണ്ടിയിൽ സഞ്ചരിച്ച് ചരിത്രം സൃഷ്ടിച്ച സാമൂഹ്യപരിഷ്കർത്താവ്. വില്ലുവണ്ടി യാത്ര അയ്യങ്കാളി. ആരാദ്യം പറയും? ഏത് വർഷമാണ് വില്ലുവണ്ടി യാത്ര? വില്ലുവണ്ടി യാത്ര 1893. 1893 വില്ലുവണ്ടി യാത്ര. 1893 വില്ലുവണ്ടി യാത്ര. ഓക്കെ, വില്ലുവണ്ടി യാത്ര 1893. അതുപോലെ തന്നെ
പെരുന്നാട് ലഹള, പെരുന്നാട് ലഹള അല്ലെങ്കിൽ കല്ലുമാല സമരം, പെരുന്നാട് ലഹള അല്ലെങ്കിൽ കല്ലുമാല സമരം, അത് ഏത് വർഷം? 1915. 1915. ഓക്കെ. പെരുന്നാട് ലഹള അല്ലെങ്കിൽ കല്ലുമാല സമരം 1915. ഓക്കെ. പെരുന്നാട് ലഹള അല്ലെങ്കിൽ കല്ലുമാല സമരം 1915. വില്ലുവണ്ടി സമരം, വില്ലുവണ്ടി സമരം 1893. ഓക്കെ. ആ, അതുപോലെ തന്നെ ഈ 90-ാം ആണ്ട് ലഹള അല്ലെങ്കിൽ ഊരുട്ടമ്പലം ലഹള, 90-ാം ആണ്ട് ലഹള അല്ലെങ്കിൽ ഊരുട്ടമ്പലം ലഹള, പിള്ളേരെ അതും 1915 കേട്ടാ. 1915 ഈ 90-ാം ആണ്ട് ലഹള അല്ലെങ്കിൽ ഊരുട്ടമ്പലം ലഹള കേട്ടോ. 90-ാം ആണ്ട് ലഹള അല്ലെങ്കിൽ ഊരുട്ടമ്പലം ലഹള അതും 1915. ഓക്കെ. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്നതിന്റെ പ്രധാന വേദിയാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം, കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പ്രധാന വേദി എന്നറിയപ്പെടുന്നത് പയ്യന്നൂരാണ് അല്ലെ. പയ്യന്നൂരാണ് കേരളത്തില് ഉപ്പ് സത്യാഗ്രഹം നടന്നതിന്റെ പ്രധാന വേദി. ഓക്കെ. പയ്യന്നൂർ കണ്ണൂർ ജില്ലയിലാണ് കേട്ടോ. ഓക്കെ. അടുത്ത്, വൈകുണ്ഠസ്വാമിയുടെ രചന ഏതാണ്? വൈകുണ്ഠസ്വാമിയുടെ രചന. നോക്കിയോ, ഇതില് ദർശനമാല ആരുടേതാണ്? ദർശനമാല, ദർശനമാല. ദർശനമാല ശ്രീനാരായണ ഗുരുവിന്റെ കൃതിയാണ് അല്ലെ. ദർശനമാല ശ്രീനാരായണ ഗുരുവിന്റെ കൃതിയാണ്. ഓക്കെ. നവമഞ്ചരി ആരുടെ കൃതിയാണ്? നവമഞ്ചരി, നവമഞ്ചരിയും ശ്രീനാരായണ ഗുരുവിന്റെ കൃതിയാണ്. നവമഞ്ചരിയും ശ്രീനാരായണ ഗുരുവിന്റെ കൃതിയാണ്. ഈ നവമഞ്ചരിയിലെ ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമിയുടെ വിയോഗത്തിൽ എഴുതിയ കൃതി അതല്ലേ? ചട്ടമ്പി സ്വാമിയുടെ മരണത്തെ തുടർന്ന് എഴുതിയ കൃതി നവമഞ്ചരിയാണ്. നവമഞ്ചരിയാണ്. ഓക്കെ, ക്ലിയർ ആണ്. ആദിഭാഷ എഴുതിയത് ആരാണ്? ആദിഭാഷ എഴുതിയത് ചട്ടമ്പി സ്വാമി. ഓക്കെ. ഇതില് ഇദ്ദേഹത്തിന്റെ കൃതി അരുൾനൂലാണ്. അരുൾനീല്. ഓക്കെ. അതായത് ഓപ്ഷൻ സി 4 മാത്രമാണ്. 4 മാത്രം. ഓക്കെ. ഇദ്ദേഹത്തിന്റെ 2 കൃതികൾ, വൈകുണ്ഠസ്വാമികളുടെ 2 കൃതികൾ നിങ്ങൾ ഓർത്തിരിക്കുക. ഒന്ന് അരുൾനൂലും മറ്റൊന്ന് അഖിലത്തിരട്ട്. അഖിലത്തിരട്ട്. ഹലോ 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 സാറേ, ചോദിക്കണ്ട, മെസ്സേജ് ഇടാൻ സമയമില്ല. പൊക്ക. അയ്യോ, അത് ചോദിക്കണ്ട. ലെഫ്റ്റ് ആയി, കുഴപ്പമില്ല, പൊക്കോ. നിങ്ങൾ അങ്ങനെ വല്ല അത്യാവശ്യം ഉണ്ടെങ്കിൽ പൊക്കോണം കേട്ടാ. എന്റെ ചോദിക്കാൻ നിൽക്കുന്നത് വേണ്ട കേട്ടാ. എനിക്ക് ഒരുപാട് നിങ്ങൾ ക്ലാസ് നിൽക്കാൻ പറയണത് നിങ്ങൾ പഠിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ടാ, മനസ്സിലായ? അല്ലാതെ ഞാൻ നിങ്ങൾ നിർബന്ധി നടത്തണമെന്നല്ല. അത്യാവശ്യം ഉണ്ടെങ്കിൽ പോണം കേട്ടോ. ലെഫ്റ്റായി, കുഴപ്പമില്ല. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇവിടെ നിങ്ങൾ നിന്ന് പഠിച്ച നിങ്ങൾക്ക് ഉപകാരപ്പെടുള്ളൂ. നമ്മൾ ഈ പ്രീവിയസ് ക്വസ്റ്റ്യനെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവും. പ്രിലിംസ് അങ്ങനത്തെ. ഇപ്പൊ LDC നോക്കിയാലും മതി. LDC പുതിയ ചോദ്യങ്ങളുണ്ട്. അതുപോലെ തന്നെ പ്രീവിയസ് ഒരുപാടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഇനി അടുത്ത് 10th പ്രിലിംസ് വരുന്നുണ്ട്. 10th പ്രിലിംസിനൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ നോക്കിയാൽ മതി. അത് കൂടുതലും മെജോറിറ്റി ക്വസ്റ്റ്യൻസും പ്രീവിയസ് ആയിരിക്കും. മനസ്സിലായില്ല? അതാണ് നിങ്ങൾ ഇങ്ങനെ പറയുന്നേ. ഓക്കെ, ക്ലിയർ ആണ്. അപ്പൊ നമുക്കിപ്പം ഇത് എന്റെ അടുത്ത് നിങ്ങൾ ആരൊക്കെ ചോദിക്കും, സാർ ഈ എക്സാമിന്റെ തലേദിവസം ഒരു മാരത്തോൺ വെച്ച് തരാത്ത എന്തെന്നൊക്കെ. സത്യം പറയും, നമ്മൾ ഡെയിലി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മാരത്തോൺ അല്ല. നമ്മൾ ഡെയിലി ഇത്രയും ക്വസ്റ്റ്യൻ എടുക്കുന്നു. നമ്മൾ ഓരോ ടോപ്പിക്കായിട്ട് നമ്മൾ ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പൊ ഇത് നിങ്ങൾ കൃത്യമായി പഠിച്ചു പോയാൽ മതി കേട്ടോ. നമ്മൾ ലാസ്റ്റ് ഒരു ദിവസം കൊണ്ട് എല്ലാം കൂടെ ഓടിച്ചത് വലിയ ഉപയോഗം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഓരോ പ്രീവിയസ് ആയിട്ട് എടുത്ത് അതുമായി ബന്ധപ്പെട്ട റിലേറ്റഡ് ഫാക്ട് പഠിച്ചു പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് കുറെ ടോപ്പിക് കവർ ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആണ്. ഓക്കെ, നിങ്ങൾ നോക്കിയോ. അപ്പോഴ് അഖിലത്തിരുട്ട് എന്ന കൃതിയും അരുൾനൂൽ എന്ന കൃതിയും അരുൾനൂൽ എന്ന കൃതിയുമാണ് വൈകുണ്ഠ സ്വാമികളുടെ രചന. ഓക്കെ. വേലുത്തമ്പിയുമായി ചേരാത്ത പ്രസ്താവന ഏത്? വേലുത്തമ്പിയുമായി ചേരാത്ത പ്രസ്താവന ഏതാണ് ചോദ്യം. ശ്രദ്ധിച്ച് വായിച്ചോ, കിട്ടും. ഓക്കെ, നമ്മൾ വേലുത്തമ്പി പഠിക്കുമ്പോൾ നമുക്ക് അറിയാന്നുള്ളതാണ്. തിരുവിതാംകൂറിലെ ദളവയായിരുന്നു. ഓക്കെ, മെക്കാളയുമായി ശത്രുതയിലായിരുന്നു. ഓക്കെ, അപ്പം ഇത് മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വെട്ടിക്കളയാൻ പറ്റും കേട്ടോ. അപ്പൊ ഓപ്ഷൻ ഡി ആണ്, 2 മാത്രം. ഓക്കെ, 2 മാത്രമാണ് ആൻസർ.
മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ഭൂമി തരംതിരിച്ചത് ഏത് പേരിലാണ്? മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ഭൂമി തരംതിരിച്ചത് ഏത് പേരിലാണ്? പിള്ളേർ അതൊരു ഈസി ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ബ്രഹ്മസം, ദേവസ്വം, ദാനം, പണ്ടാരവക. ബ്രഹ്മസം, ദേവസ്വം, ദാനം, പണ്ടാരവക. ഓക്കെ, ഈ ഒരു പേരില് ഇതിനെ എന്ത് ചെയ്തു? തരംതിരിച്ചിട്ടുണ്ട്. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ആ തരംതിരിച്ച ആളുടെ പേര് നിങ്ങൾക്ക് അറിയാം, മല്ലൻ ശങ്കരൻ അല്ലേ? മല്ലൻ ശങ്കരൻ. മല്ലൻ ശങ്കരൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇങ്ങനെ ഭൂമി എന്ത് ചെയ്ത് തരംതിരിച്ചത്. മനസ്സിലായ? ഇതിൽ ബ്രഹ്മസം എന്ന് പറഞ്ഞാൽ, ബ്രഹ്മസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രാഹ്മണരുടെ കയ്യിലുള്ള ഭൂമിയും, ദേവസ്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ക്ഷേത്രഭൂമിയും, പണ്ടാരവക എന്ന് പറഞ്ഞാൽ സർക്കാർ ഭൂമിയുമാണല്ലേ? പണ്ടാരവക എന്ന് പറഞ്ഞാൽ സർക്കാർ ഭൂമിയുമാണ്. പണ്ടാരവക എന്ന് വെച്ചാൽ സർക്കാർ ഭൂമിയുമാണ്. അപ്പൊ ഇത് ചെയ്തതാണെന്ന് കേട്ട് കഴിഞ്ഞാൽ മല്ലൻ ശങ്കരനാണ്. അപ്പം ഓപ്ഷൻ സി 2 മാത്രം. ഓപ്ഷൻ സി 2 മാത്രം. ഓക്കെ. അടുത്ത്, ആത്മവിദ്യാ സംഘം എന്ന സംഘടനയുടെ സ്ഥാപകനാര്? ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദനാണ് അല്ലെ? വാഗ്ഭടാനന്ദനാണ് ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത്. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദനാണ്. ഓക്കെ, ഞാൻ ചോദിക്കുന്നതിന് കുറച്ച് പെട്ടെന്ന് ഉത്തരങ്ങൾ പറയുക. ഓക്കെ, സാധുജന പരിപാലന സംഘം. സാധുജന പരിപാലന സംഘം അയ്യങ്കാളി. സാധുജന പരിപാലന സംഘം ഏതാണ്? ആരാണ്ട്? അയ്യങ്കാളിയാണ്. വാസ്തവം കൂടെ പറഞ്ഞു. സാധുജന പരിപാലന സംഘം അയ്യങ്കാളി 1907. കേട്ടോ, പഠിച്ചോണേ. 1907 അയ്യങ്കാളിയാണ് സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത്. ഓക്കെ, അടുത്ത് രണ്ടാമത്തത്. ഓക്കെ, തിരുവിതാംകൂർ മുസ്ലിം മഹാസഭ. തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ. തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ വക്കം അബ്ദുൽ ഖാദർ മൗലവി. വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ സ്ഥാപിച്ചത്. ഓക്കെ, അടുത്ത്. ഓക്കെ, മൂന്നാമത്തത് സഹോദര പ്രസ്ഥാനം. സഹോദര പ്രസ്ഥാനം പേരിൽ തന്നെ ഉണ്ട്. സഹോദരൻ അയ്യപ്പനാണ്. വർഷം എന്ന് പറഞ്ഞേ. സഹോദരൻ അയ്യപ്പൻ സഹോദര പ്രസ്ഥാനം ഏത് വർഷം? അത് 1917. 1917 സഹോദരൻ അയ്യപ്പനാണ് സഹോദര പ്രസ്ഥാനം സ്ഥാപിച്ചത്. 1917 സഹോദര പ്രസ്ഥാനം സ്ഥാപിച്ചത് സഹോദരൻ അയ്യപ്പനാണ്. ഓക്കെ, അടുത്ത് അരയ സമാജം. അപ്പോൾ അരയ സമാജം പണ്ഡിറ്റ് കറുപ്പനാണ്. പണ്ഡിറ്റ് KP കറുപ്പനാണ് അരയ സമാജം സ്ഥാപിച്ചത്. ഏത് വർഷം? അരയ സമാജം ഏത് വർഷമാണുള്ളത്? അരയ സമാജം പണ്ഡിറ്റ് കറുപ്പൻ 1907 തന്നെയാണ്. 1907 അരയ സമാജം സ്ഥാപിച്ചത് പണ്ഡിറ്റ് കറുപ്പനാണ്. ഓക്കെ, അടുത്ത് യോഗക്ഷേമ സഭ. ഞാനത് പറഞ്ഞിട്ടുണ്ട്. യോഗക്ഷേമ സഭ അതിന്റെ സ്ഥാപകൻ VT ഭട്ടതിരിപ്പാടല്ല. മനസ്സിലായില്ലേ? VT ഭട്ടതിരിപ്പാടല്ല യോഗക്ഷേമ സഭ സ്ഥാപിച്ചത്. അതിന്റെ പ്രധാന പ്രവർത്തകനാണ് VT ഭട്ടതിരിപ്പാട്. കേട്ടാ, VT ഭട്ടതിരിപ്പാട് 1908 യോഗക്ഷേമ സഭ എന്ത് ചെയ്തത്? സ്ഥാപിക്കപ്പെടുന്നത്. മനസ്സിലായ? ഓക്കെ, 1908 യോഗക്ഷേമ സഭ സ്ഥാപിച്ചത്. ഓക്കെ, അതിന്റെ പ്രധാന പ്രവർത്തകൻ എന്ന രീതിയിലാണ് VT ഭട്ടതിരിപ്പാടിനെ എന്ത് ചെയ്യുന്നത്? ചോദിക്കുന്നത്. VT ഭട്ടതിരിപ്പാട് തന്നെയാണ് നമ്മൾ ചോദിക്കുന്നത്. അത് പ്രധാന പ്രവർത്തകൻ എന്ന രീതിയിലാണ്. കേട്ടോ. ഓക്കെ, അടുത്ത് ആറാമതായിട്ട് ആനന്ദ മഹാസഭ. ആനന്ദ മഹാസഭ ബ്രഹ്മാനന്ദ ശിവയോഗി. ഏത് വർഷം ബ്രഹ്മാനന്ദ ശിവയോഗി? ആനന്ദ മഹാസഭ അത് 1918 ബ്രഹ്മാനന്ദ ശിവയോഗി എന്ത് സ്ഥാപിച്ചത്? വളരെ ആനന്ദ മഹാസഭ സ്ഥാപിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് 1918. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത് 2 കൂടെ. ജാതിനാശിനി സഭ. ആനന്ദ തീർത്ഥനാണ് ജാതിനാശിനി സഭ സ്ഥാപിച്ചത്. ഓക്കെ, അടുത്ത് 8 ആത്മബോധോദയ സംഘം.
ആത്മബോധോദയ സംഘം. ആത്മബോധോദയ സംഘം സ്ഥാപിച്ചത് ശുഭാനന്ദ ഗുരുദേവൻ. ശുഭാനന്ദ ഗുരുദേവനാണ് ആത്മബോധോദയ സംഘം സ്ഥാപിച്ചത്. ശുഭാനന്ദ ഗുരുദേവൻ. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഓർത്തിരിക്കുക. ഇതൊക്കെ നമുക്ക് ചോദിക്കുന്നതാണ്. പിള്ളേരെ നോക്കിക്കോ. ഓക്കെ, ഈ ആത്മവിദ്യാ സംഘം ബാക്ക്വേർഡ് ആണ്. ഏത് വർഷം ആത്മവിദ്യാ സംഘം? ഏത് വർഷം ആത്മവിദ്യാ സംഘം? ആത്മവിദ്യാ സംഘവും സഹോദര സംഘവും ഒക്കെ 1917 1917 ആത്മവിദ്യാ സംഘം. ഓക്കെ, ആത്മവിദ്യാ സംഘവും സഹോദര സംഘവും ഒക്കെ 1917 ശരി. അപ്പൊ ഒന്നുകൂടെ നോക്കിക്കോ. സാധുജന പരിപാലന സംഘം 1907 1917 ആരാണ്ട് അയ്യങ്കാളിയാണ് സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത്. ഓക്കെ, അടുത്ത് തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭ വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭ. സഹോദര സംഘം സ്ഥാപിച്ചത് അല്ലെങ്കിൽ സഹോദര പ്രസ്ഥാനം സ്ഥാപിച്ചത് ആരാണ്ട? അത് 1917 സഹോദരൻ അയ്യപ്പൻ. പേര് തന്നെയുണ്ട്, സഹോദരൻ അയ്യപ്പൻ. ആര്യ സമാജം KP കറുപ്പൻ. KP കറുപ്പനാണ് 1907 1907. ഓക്കെ, പണ്ഡിറ്റ് KP കറുപ്പനാണ് 1907. അടുത്ത് യോഗക്ഷേമ സഭ 1908 പ്രധാന പ്രവർത്തകൻ VT ഭട്ടതിരിപ്പാട്. അടുത്ത് ആനന്ദ മഹാസഭ ബ്രഹ്മാനന്ദ ശിവയോഗി 1918. ജാതിനാശിനി സഭ ആനന്ദ തീർത്ഥൻ. ആനന്ദ തീർത്ഥൻ. ജാതിനാശിനി സഭ ആനന്ദ തീർത്ഥൻ. ഓക്കെ, ആനന്ദ തീർത്ഥൻ. അടുത്ത ആത്മബോധോദയ സംഘം ആരാണ്? ശുഭാനന്ദ ഗുരുദേവൻ അല്ലേ? ശുഭാനന്ദ ഗുരുദേവൻ. നമുക്ക് ബോധോദയം വരുമ്പോൾ ശുഭകാര്യങ്ങൾ സംഭവിക്കുമെന്ന് ഓർത്താൽ മതി. മനസ്സിലായ? ബോധോദയം കേട്ടോ, ബോധോദയം വരുന്ന സമയത്ത് നമുക്ക് ശുഭകാര്യങ്ങൾ സംഭവിക്കുമെന്ന് ഓർത്താൽ മതി. അതുപോലെ തന്നെ തീർത്ഥം തളിച്ച് ജാതി നശിപ്പിച്ചു എന്ന് ഓർത്താലും മതി. തീർത്ഥം തളിച്ച് ആനന്ദ തീർത്ഥം ജാതി നാശിനി സഭ. ഓക്കെ, ശരി. അടുത്ത ചോദ്യം ചെയ്തോ. പ്രത്യക്ഷ ഡേറ്റ് എനിക്ക് ഓർമ്മയില്ല. 1909 വർഷം അറിയത്തുള്ളൂ. ഡേറ്റ് ഒന്ന് നോക്കണം. ഡേറ്റ് അറിയൂടെ ആക്കെങ്കിലും പ്രത്യക്ഷ ദൈവസഭയുടെ ഡേറ്റ് വർഷം 1909. ഡേറ്റ് അറിയില്ല. 1909 വർഷം 9 അറിയോ? ഡേറ്റ് അറിയത്തില്ല. ഡേറ്റ് ഞാൻ കണ്ടിട്ടില്ല. നീ ഗൂഗിളിലൊക്കെ നോക്കേണ്ടി വരും ചിലപ്പോൾ. ഞാൻ കണ്ടില്ല. ഓക്കെ, അവിടെ മലബാർ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായി. ഈ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട ശരിയായ വസ്തുതകളേവ? ശ്രീരംഗപട്ടണ ഉടമ്പടി പ്രകാരമാണ്. ഓക്കെ, ക്യാനിങ് പ്രഭുവിന്റെ തീരുമാനം അനുസരിച്ച് മൈസൂർ യുദ്ധത്തിൽ ടിപ്പുവിന്റെ തോൽവിയെ തുടർന്ന്. ഓക്കെ, ഏതാ ശരിയായിട്ടുള്ളത്? അവിടെ ഓപ്ഷൻ സി ആണ്. അതായത് ഇത് ശരി, ഇത് ശരിയാണ്, ഇതും ശരിയാണ്. ഓക്കെ, അതായത് ഓപ്ഷൻ സി 1 ഉം 3 ഉം. ഓക്കെ, 1 ഉം 3 ഉം ക്ലിയർ ആണല്ലോടാ. ശരി, അപ്പൊ നിങ്ങൾ വേറൊരു കാര്യം മനസ്സിലാക്കാമെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ഏത് വർഷം എന്ന് പഠിക്കണം. ഏത് വർഷമാ? 1792. 1792 എത്രാമത്തെ മൈസൂർ യുദ്ധത്തിന് ശേഷമാണ് ശ്രീരംഗപട്ടണ ഉടമ്പടി? 3ാമത്തെ മൈസൂർ യുദ്ധത്തിന് ശേഷമാണ്. ഓക്കെ, ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ഒപ്പുവെച്ചത് ആരാ? ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ഒപ്പുവെച്ചത് കോൺവാലീസ് ആണ് അല്ലേ? കോൺവാലീസ്. വെല്ലസ്ലിയാ കോൺവാലീസ് ആണ്. കോൺവാലീസ് ആണ് ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ഒപ്പുവെച്ചത്. ഓക്കെ, അടുത്ത 15ാം ചോദ്യം. സമപന്തി ഭോജൻ സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? സമപന്തി ഭോജൻ സംഘടിപ്പിച്ചത് ആരാ? ഓപ്ഷൻ എ വൈകുണ്ഠ സ്വാമികൾ. ഞാൻ പറഞ്ഞിട്ടുണ്ട് സമപന്തി ഭോജൻ വൈകുണ്ഠ സ്വാമികൾ അല്ലെ? സമപന്തി ഭോജൻ വൈകുണ്ഠ സ്വാമികളാണ്. ഓക്കെ, അതുപോലെ തന്നെ പന്തി ഭോജൻ ആരാണ്? പന്തി ഭോജൻ തൈക്കാടയ്യാണ് പന്തി ഭോജൻ. തൈക്കാടയ്യാണ് ലെഫ്റ്റ് ആയിക്കോ. തൈക്കാടയ്യാണ് പന്തി ഭോജൻ. ഓക്കെ, അതുപോലെ മിശ്ര ഭോജൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. മിശ്ര മതത്തിലുള്ള ആൾക്കാർ കാണാൻ പോകുന്ന ദൈവമാണ് അയ്യപ്പൻ എന്ന് ഓർത്താൽ മതി എന്ന് പറഞ്ഞു. മിശ്ര മതത്തിൽ അയ്യപ്പൻ അങ്ങനെ ജാതി മതമൊന്നുമില്ല കേട്ടോ. അയ്യപ്പനെ കാണാൻ പോണ മിശ്ര മതത്തിൽപ്പെട്ടവരാണെന്ന് ഓർത്താൽ മതി. മിശ്ര ഭോജൻ ആരാണ്? സഹോദരൻ അയ്യപ്പനാണ് മിശ്ര ഭോജൻ. ഓക്കെ, അതുപോലെ തന്നെ പ്രീതി ഭോജൻ വാക്ഫടാനന്ദൻ. അതിന്റെ കണക്ഷൻ നമുക്കുണ്ടല്ലേ? പ്രീതിപ്പെടുത്താൻ വേണ്ടി വാക്ക് കൊടുത്തു അല്ലേ?
പ്രീതിപ്പെടുത്താൻ വേണ്ടി നമ്മൾ വാക്ക് കൊടുത്തു. ഓക്കെ, പ്രീതിപ്പെടുത്താൻ വേണ്ടി വാക്ക് കൊടുത്തു. അപ്പൊ പ്രീതി ഭോജൻ വാക്പടാനന്ദൻ. ഓക്കെ, ക്ലിയർ ആണ്. പട്ടിസദ്യ ആരാ? പട്ടിസദ്യ ചട്ടമ്പി സ്വാമി. ഓക്കെ, അപ്പൊ ഇത് ഓർത്തിരിക്കുക. സമപന്തി ഭോജൻ വൈകുണ്ഠ സ്വാമികൾ. സ്വാമി സമ എന്നോർത്ത് വെച്ച് മതി. മിശ്ര ഭോജൻ ഐക്കാട് അയ്യപ്പൻ, സഹോദരൻ അയ്യപ്പനാണ്. പന്തി ഭോജൻ തൈക്കാട് അയ്യ. പ്രീതി ഭോജൻ വാക്പടാനന്ദൻ. ഇതിൽ ഈ പന്തി ഭോജൻ മാത്രം നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. ബാക്കിയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, ക്ലിയർ ആണ്. സമ സ്വാമി. ഓക്കെ, മിശ്ര അയ്യപ്പൻ, പ്രീതി വാക്ക്. ഓക്കെ, അങ്ങനെ ഓർത്തിരിക്കാൻ പറ്റും. പട്ടിസദ്യ ചട്ടമ്പി രണ്ടിൽ ഇട്ടേണ്ടെന്ന് ഓർത്തിരുന്നാൽ മതി. ഓക്കെ, അതിനെ ഓർക്കാനൊന്നും വലിയ പാടൊന്നുമില്ല. അതൊന്നും ശരി, പെട്ടെന്ന് എഴുത ചെയ്തോ. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കുന്ന നാടകത്തിന്റെ രചയിതാവ് പി.ടി. ഭട്ടതിരിപ്പാട്. ഓക്കെ, അടുത്ത മുകളിൽ പറഞ്ഞവയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന കലാപങ്ങൾ ഏവ? ചെയ്തോ. പിള്ളേരെ നോക്കുമ്പോഴ് കുളച്ചൽ യുദ്ധം ഡച്ചുകാർക്കെതിരെയാണ് അല്ലേ? കുളച്ചൽ യുദ്ധം ഡച്ചുകാർക്ക് 1741 ഡച്ചുകാർക്കെതിരെ. ഓക്കെ, ക്ലിയർ ആണ്. അടുത്ത് കർണാട്ടിക് യുദ്ധങ്ങള് ഇതപ്പൊ അതില്ല. കർണാട്ടിക് യുദ്ധങ്ങള് ബ്രിട്ടീഷുകാരും ആരും തമ്മിലാ? കർണാട്ടിക് യുദ്ധം ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിലാണ് കർണാട്ടിക് യുദ്ധം അല്ലേ? ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിലാണ് കർണാട്ടിക് യുദ്ധം. 1746 മുതൽ 1763 വരെ, അതായത് 1800കളുടെ മധ്യത്തിലാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ശരി, 1800 നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ, 1800ന്റെ അല്ല 1700കളുടെ മധ്യത്തിൽ, 1746 മുതൽ 1863 വരെയാണ് കർണാട്ടിക് യുദ്ധങ്ങൾ നമ്മൾ പഠിക്കും. ഓക്കെ, അടുത്ത് കുഞ്ഞാലിമരക്കാരുടെ പോരാട്ടം ആരോടായിരുന്നു? കുഞ്ഞാലിമരക്കാരുടെ പോരാട്ടം പോർച്ചുഗീസുകാർക്കെതിരെയായിരുന്നു. അപ്പൊ അതുമല്ല. ആറ്റിങ്ങൽ കലാപം ആർക്കെതിരെയായിരുന്നു? ബ്രിട്ടീഷുകാർക്കെതിരെ. ഓക്കെ, അപ്പൊ അത് ആണ്. അപ്പോഴ് 2ഉം 4ഉം ഓപ്ഷൻ 2ഉം 4ഉം. അടുത്ത ദിവസം ചെയ്തോ. പെട്ടെന്ന് ആയിക്കോട്ടെ. ഓക്കെ, 1921 ഒറ്റപ്പാലത്ത് വെച്ച് ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം നടന്നു. തിരുവിതാംകൂർ, കൊച്ചി, മലബാർ പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി നിലവിൽ വന്നു. ഓക്കെ, അപ്പൊ ഇതില് ശരിയായിട്ടുള്ളത് മുകളിൽ പറഞ്ഞ ശരിയായ പ്രസ്താവന ഇത് രണ്ടും ശരിയാണ്. ഓക്കെ, അതായത് ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം. ഓക്കെ, ശരി, അങ്ങോട്ട് നോക്കിക്കോ. ശ്രീനാരായണ ഗുരു 2ാം ബുദ്ധൻ. ഇവിടെ തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ പോയിന്റ്, ശ്രീനാരായണ ഗുരു 2ാം ബുദ്ധൻ എന്നറിയപ്പെട്ടു. അത് ശരിയാണ്. 2ാം ബുദ്ധൻ എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ഗുരു സ്ഥാപിച്ചതാണ് ആത്മവിദ്യാ സംഘം. ഓക്കെ, ആത്മവിദ്യാ സംഘം സ്ഥാപിച്ച ശ്രീനാരായണ ഗുരു. അത് തെറ്റാണ്. ഓക്കെ, 1909 ഗുരു ശിവഗിരിയിൽ ശാരദാ മഠം സ്ഥാപിച്ചു. ശരിയോ തെറ്റോ? നോ പറയാൻ കാര്യം എന്തുകൊണ്ടാ നോ പറഞ്ഞേ? ഓക്കെ, വളരെ അതും ശരിയാണ്. 1909 ഗുരു ശിവഗിരിയിൽ ശാരദാ മഠം സ്ഥാപിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആൻസർ 2 മാത്രമാണ് കേട്ടോ. ഓക്കെ, അടുത്ത് കേരളത്തിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന സംഭവം. കേരളത്തിന്റെ മാഗ്ന കാർട്ട പെട്ടെന്ന് നമ്മൾ ചെയ്തേ. മാഗ്ന കാർട്ട കേരളത്തിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ സി ക്ഷേത്രപ്രവേശന വിളംബരം 1936 നവംബർ 12 ചിത്ര തിരുനാൾ ബാലരാമവർമ്മ അല്ലേ? 1936 നവംബർ 12 ചിത്ര തിരുനാൾ ബാലരാമവർമ്മയാണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത്. ആധുനിക കാലത്തെ മഹാത്ഭുതമെന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചു ഇതിനെ. ഓക്കെ,
അടുത്ത ചോദ്യം ചെയ്തോ. ഓക്കെ, നമുക്ക് കാലഗണന ക്രമത്തിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. കാലഗണന ക്രമത്തിൽ എഴുതാം. VT ഭട്ടതിരിപ്പാടിന്റെ നാടകം അടുക്കള എന്ന രംഗത്തേക്ക് പുറത്തിറങ്ങിയ വർഷം ഏതാ? ആദ്യം വർഷം, ഇങ്ങനെ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ആദ്യം വർഷം എഴുതി കൊടുക്കണം. 1928 പുറത്തിറങ്ങുകയും 29 ആദ്യം അവതരിപ്പിക്കുകയും ചെയ്തു. മനസ്സിലായി? 28ലാണ് പുറത്തിറങ്ങുന്നത്. 28. ഓക്കെ. അടുത്ത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ ഉടമസ്ഥതയിലുള്ള സ്വദേശാമൻ പത്രം നിലയിൽ വന്നു. അത് 1905. ചാവറ കുര്യാക്കോസ് അച്ഛൻ നേതൃത്വത്തിൽ കത്തോലിക്ക സംസ്കൃത സ്കൂളുകൾ അറിയോ ആരെങ്കിലും? കത്തോലിക്ക സംസ്കൃത സ്കൂളുകൾ വളരെ അത് 1844. 1844 ഓക്കെ. മലയാളി മെമ്മോറിയൽ എന്ന മെമ്മോറണ്ടം തിരുവിതാംകൂർ മഹാരാജാൻ സമർപ്പിച്ചത് അത് 1891. ഓക്കെ. അപ്പോഴേ ഏതാദ്യം വരും പിള്ളേരെ? 3 ആദ്യം വരും അല്ലെ? 3 ഒന്നാമത് വരും, 4 രണ്ടാമത് വരും, അടുത്ത് 2 മൂന്നാമത് വരും, 1 നാലാമത് വരും. ഓക്കെ, ശരി. അപ്പോഴ് പിള്ളേരെ ഏതാ വരുന്നേ? 3, 4, 2, 1. ഓപ്ഷൻ സി ആണ് ആൻസർ. 3, 4, 2, 1 ആണ് ആൻസർ കേട്ടോ. ഓക്കെ, പെട്ടെന്ന് ചെയ്ത് 4 ക്വസ്റ്റ്യൻ കൂടെ ഉള്ളൂ. പെട്ടെന്ന് ചെയ്തോണേ. ഓക്കെ, അപ്പോൾ ഈസി ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ശരിയായിട്ടുള്ള 2 ഉള്ളൂ കേട്ടാ. കുമാരനാശൻ ദുരവസ്ഥയും വൈകുണ്ഠ സ്വാമികൾ സമത്വ സമാജവും, അതായത് എയും ബിയും തെറ്റാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ കേട്ടാ. ഓക്കെ, അടുത്ത ചോദ്യം പെട്ടെന്ന് ചെയ്തേ. സമത്വ സമാജം സ്ഥാപിച്ചത് ഓക്കെ വൈകുണ്ഠ സ്വാമികൾ. അടുത്ത് തിരുവിതാംകൂറിലെ അവർണ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് മുട്ടിന് താഴെ എത്തും വിധം മുണ്ടെടുക്കാനും മേൽമുണ്ട് ധരിക്കാനുള്ള അവകാശത്തിന് വേണ്ടി നടന്ന സമരം. ഓക്കെ, പിള്ളേരെ അവർണ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് മുട്ടിന് താഴെ എത്തും വിധം മുണ്ടെടുക്കാനും മേൽമുണ്ട് ധരിക്കാനുമുള്ള സമരമാണ് ഏത്? ചാന്നാർ ലഹള. 1859. 1859 ചാന്നാർ ലഹള കേട്ടാ. മാറുമറക്കൽ സമരമുണ്ട്, അത് 1823 മാറുമറക്കൽ സമരം. ഓക്കെ, അടുത്ത് തിരുവിതാംകൂറിലെ രാജവാഴ്ചയുടെ അഴിമതികളെയും അനീതികളെയും വെളിച്ചത്ത് കൊണ്ടുവന്ന സ്വദേശാമൻ പത്രത്തിന്റെ സ്ഥാപകൻ. അത് ഓപ്ഷൻ ബി ആണ്. ആരാണ്? സ്വദേശാമൻ പത്രത്തിന്റെ സ്ഥാപകൻ വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് സ്വദേശാമൻ പത്രത്തിന്റെ സ്ഥാപകൻ. ഓക്കെ, ശരി. അപ്പൊ 25 ചോദ്യമായിട്ടുണ്ട്. 25 ശരിയാക്കിയിട്ടുണ്ടോ ആരെങ്കിലും? അനലക്ഷ്മിക്ക് 25 ശരിയായി. ഓക്കെ, കൊള്ളാം. 24 പ്രിയ 2 പ്രിയ, വിഷ്ണു, രേഷ്മ, പ്രിയ കൃഷ്ണേന്ദു. ഓക്കെ, 24 ഒരുപാട് രജില, കൃഷ്ണേന്ദു, അനന്തു, രേഷ്മ, രാജു, പ്രിയ. ഓക്കെ, വിഷ്ണു, ലക്ഷ്മി. ശരി, മാർക്ക് ഒരു കട്ട് ഓഫ് എല്ലാവരും കമന്റ് ചെയ്തോ. എല്ലാവരും നോക്കിക്കോളാം. ഓക്കെ, ശരി. കമന്റ് ചെയ്ത് നിങ്ങൾ പൊക്കോ, ബാക്കി അപ്ഡേറ്റ്സ് ഗ്രൂപ്പിൽ വരും. ഓക്കെ, ശരി. അപ്പൊ ബൈ. പിന്നെ